അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിലാണ്. ഞാൻ പുതിയ യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇപ്പം രണ്ടാമത്തെ വീഡിയോ ആയിട്ട് മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ട്. മൈൻക്രാഫ്റ്റ് എനിക്ക് കളിക്കാൻ അറിയാം, പക്ഷേ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എനിക്ക് ഫസ്റ്റ് ലോഗ് ഫുഡ് അതൊക്കെ എനിക്കറിയാം. ഇപ്പം കളിയിലോട്ട് പോവാം. ഫസ്റ്റ് ലോഗ് തിരക്കിയതായിരിക്കുന്നു. ഉണ്ട്. ലോഗ് പൊട്ടിക്കണം. കളായി മാറുന്നില്ല. ലോഗ് പെട്ടെന്ന് പൊട്ടിക്കണം. ഈ ചാറ്റ് പോകാൻ വേണ്ടിയിട്ട് ചാറ്റ് എടുത്തിട്ട് ബേക്ക് അടിച്ചാൽ അത് പോയി. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇത് പൊട്ടിക്കാം. പൊട്ടിയടാ. പൊട്ട് പെട്ടെന്ന് പൊട്ട്. രാത്രി ആവണ മുമ്പേ നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിയണം, അല്ലെങ്കിൽ സോംബീൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പെടാം. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ശേഷമാണ് പറയണം. അതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടാകും, ക്ഷമിച്ച് തരണം. ലൈക്കും സബ്സ്ക്രൈബും എപ്പോഴും പറയണമെന്നില്ലല്ലോ, എല്ലാവരും പറയണമല്ലേ. ലൈക്ക് സബ്സ്ക്രൈബ് അതുമാത്രം മതി. ലൈക്ക് സബ്സ്ക്രൈബ് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ. നോക്കാൻ വേണ്ടി മതി, ജസ്റ്റ് നോക്കിയാൽ മതിയല്ലോ. ലൈക്ക് സബ്സ്ക്രൈബ് ആവും. ഇനി ഇതിനെ പൊട്ടിച്ച് ലോക്ക് അങ്ങനെ എന്തെങ്കിലും ആക്കണം. പൊട്ടി. ഇനി സ്റ്റിക്ക്. ഫസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് സ്റ്റിക്ക് എടുക്കണം. എന്നിട്ട് നമുക്ക് പിക്കാക്സ് ഉണ്ടാകും. ഫസ്റ്റ് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് മൈൻ ചെയ്യണം. മൈൻ ചെയ്ത് സ്റ്റോൺ എടുക്കുമ്പം സ്റ്റോണും കോളൊക്കെ എടുക്കണം. നമ്മൾ സ്റ്റോണും കോളും എടുക്കുമ്പം എല്ലാം സെറ്റാവും. നമുക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് പിക്കാക്സ്, പിന്നെ ഒരു സോഡ്. ആ സോഡും പിക്കാക്സും മാത്രം മതിയാവും. എന്നിട്ട് മൈൻ ചെയ്യുക. ഇത് പൊട്ടിയിരി. അല്ല പൊട്ടിയിരി. അത്രേ ഉള്ളൂ. ഇതാണ് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യണ പോലെ ചെയ്ത് ഇതിൽ കൂടെ നല്ലതാണ്. ഞാൻ സുധീൻ്റെ വീഡിയോ ഒക്കെ നോക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ സുധീൻ്റെ വീഡിയോ ഒക്കെ നോക്കിയിട്ട് അവൻ ചെയ്യണ പോലെയൊക്കെ ചെയ്യാൻ എനിക്കറിയാം. പാർട്ട് 1 ആക്കി ഇടാനാണ് നമ്മൾ പാർട്ടാക്കിയിട്ട് അത്രയും നല്ലതാണ്. പിന്നെ പാർട്ടാക്കി ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇത് എത്ര പാർട്ട് വരെ പോകുമെന്നൊന്നും അറിഞ്ഞൂടാ. നോക്കാം എത്ര പാർട്ട് വരെ പോകുമെന്നൊക്കെ. ഈ പൊട്ടിച്ച് എന്നിട്ട് ഈ സ്റ്റോൺ കുറേ എണ്ണം പൊട്ടിക്കണം. ഇത് കുറേ ഫോണിൽ ലാഗുണ്ട്, അതുകൊണ്ട് ക്ഷമിച്ച് തരണം കേട്ടോ. ഫോണിൽ ലാഗുണ്ട്, ക്ഷമിച്ച് തരണം. അടുത്ത പ്രാവശ്യം ചിലപ്പം മൾട്ടിപ്ലെയറായിട്ട് കളിക്കാൻ തോന്നുന്നുണ്ട്. കൂട്ടുകാരന്മാരുണ്ട്, അവൻ്റെ കൂടെമാർ കളിക്കാം നമുക്ക് പിന്നീട്. നമുക്കിപ്പോൾ കളിക്കാം. ഇങ്ങനെ എടുത്തിട്ട് പോവാം. ഈ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കുക. രാത്രിയായ പണി കിട്ടും നമുക്ക്. സ്റ്റോൺ ആക്സ് ഉണ്ടാക്കാം ഫസ്റ്റ്, എന്നിട്ട് പിക്കാക്സ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ എല്ലാം തൊലഞ്ഞു പോകും. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റോൺ ആക്സ് ഉണ്ടാക്കിയിട്ട് പിക്കാക്സ് ഉണ്ടാക്കും. ഫസ്റ്റ് സംസാരിക്കുന്ന തെറ്റ് വല്ല ഉണ്ടാക്കി ക്ഷമിച്ച് തരണം. ഇപ്പോഴും പറയണതാണ്. ഇതൊക്കെ ചെയ്യാൻ നമ്മളിപ്പോൾ ഇനി എന്തൊരു ചെയ്യണമായിരുന്നു. എന്തെങ്കിലും ചെയ്യാൻ വാ. ഈ ലാഗുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ ലാഗ് അടിക്കുന്നുണ്ട്. എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ വൈഫൈ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതൊക്കെയാണ് മൈൻക്രാഫ്റ്റ് കളർ പറയണത്. കളിയടാ. അപ്പോൾ ഇപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ ഈ സംസാരിക്കുന്നത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി പോകുന്നുണ്ട്. അതൊന്നൊക്കെ ക്ഷമിച്ച് തരണം. ചന്ദ്രനായിരുന്നു. വൂളെടുക്കാം അല്ലേ. വൂളെടുത്താൽ ബെഡ് ഉണ്ടാക്കി നമുക്ക് കിടക്കാം പെട്ടെന്ന്. ഷീപ്പിനെ കൊള്ളണോ? അവിടെ ഉണ്ട്. അവിടെ കൊല്ലാം. ഷീപ്പ് നമുക്ക് ഷീപ്പ് എടുക്കണം. ഷീപ്പ് വൂള് എല്ലാം ഒന്നാണ്.
പൊട്ടീര് ഈ മരം ഫുള്ള് എടുക്കണതാണ് അത്ര നല്ലത്. കുറേ ഉണ്ടല്ലോ, വലിയ മരമല്ലേ. പൊട്ടിച്ചു കുറേ പൊട്ടിക്കേണ്ടി വരും. ഇത് നിറഞ്ഞുണ്ട്. പൊട്ടീര് എപ്പോൾ സോംബി വരും, എപ്പോഴാ രാത്രിയാവുമെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പം നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ച് രാത്രിയാവണം മുമ്പേ ബെഡുണ്ടാക്കി കിടക്കണതാണ് നല്ലത്. അല്ലെങ്കിൽ തൊലയും എല്ലാം പോവും. നമുക്ക് ഫസ്റ്റ് ബെഡുണ്ടാക്കി ഇത് ഫുള്ള് പൊട്ടിച്ചെടുത്താൽ നമുക്ക് കിട്ടുന്ന സാധനം കുറേ ഉണ്ടായിരിക്കുമല്ലോ. ഇത്ര മതിയാവും അല്ലേ? ഇത്ര മതിയാവും. നമുക്ക് വെള്ളത്തിൻ്റെ അടുത്ത് കുറേ വെള്ളത്തിൻ്റെ അടുത്ത് വൂളുണ്ടാവും. ഈ ഷീപ്പൊക്കെ കൊന്നിട്ട് വെള്ളത്തിൻ്റെ അടുത്ത് കുറേ കോളുണ്ടാവും. പിന്നെ വെള്ളത്തിൽ നിന്ന് മേളിൽ കയറി പോയി നോക്കാം. അങ്ങനെയാണ് അറിയുന്നത്. ഞാൻ നോക്കാം. അങ്ങനെ അറിയുന്നതല്ല, ഞാൻ പറഞ്ഞതാണ്. എനിക്ക് എങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോ ഇരിക്കുന്നത് പറഞ്ഞ വായെടുത്തില്ല. വൂളും കോളും എല്ലാം മാറിപ്പോവും. തീർച്ചയായും ഒരു കോള് പൊട്ടറാ കള്ളക്കോളെ പൊട്ടറാ. ഞാൻ ഈ പൊട്ടിക്കണ ഉള്ളിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തു. ഇത് എത്ര പ്രാവശ്യം പറയണമെന്ന് അറിഞ്ഞൂടാ. അടുത്തും വൂളല്ലടാ കോൾ. അടുത്തും കോളുണ്ടായിരുന്നു. അത് പൊട്ടിക്കുക. അതിൻ്റെ അകത്തും ഉണ്ട്. ഇത് നല്ല ദൂരം കാണോ? ഇല്ല, മേളിലുണ്ട്. കുറേ ഉണ്ടായിരിക്കും. രാത്രിയായാൽ തീന്ന്, അതാണ് പ്രശ്നം. ഇതിൽ ലാഗ് ആയതുകൊണ്ട് ഇത്തിരി പ്രശ്നം കൂടെ ഉണ്ട്. പൊട്ടിക്കുക. പെട്ടെന്ന് പൊട്ടിയിര്. ഇതിൽ കുറേ ഉണ്ടാ? ഇല്ല, തീന്ന്. ഇവിടത്തോടെ തീന്നെന്ന് തോന്നുന്നു. തീന്ന്. അതിൽ കൂള് കിട്ടിയില്ല. കൂളല്ലടാ കോള്. അത് കിട്ടിയില്ല. എനിക്കെല്ലാം മാറി പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. വെള്ളത്തിൽ നമ്മുടെ കയറി ഇനിയും ഉണ്ടായിരിക്കുമോ? നമുക്ക് നോക്കാം. ഇരിക്കുന്നു. പൊട്ട് കയറ്. പെട്ടെന്ന് കയറി എല്ലാം പൊട്ടിച്ചിട്ടാണ് അത്ര നല്ലത്. ഇവിടെ കുറേ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് പൊട്ടിക്കാം. രാത്രി ആവലെന്നേ ഉള്ളൂ. രാത്രിയായാൽ എല്ലാം തീർന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ചു പോകാം. കോപ്പർ കിട്ടിയാൽ നമുക്ക് കോപ്പർ ഇതുണ്ടാക്കാൻ പറ്റും, പിക്കാക്സ്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം. ഗായ്സ്, നമുക്ക് ഇത് പൊട്ടിക്കാം. രാത്രി ആവലെന്നേ ഉള്ളൂ. അതാണ് ഇപ്പോഴും പറയുന്നത്. രാത്രി ആവലും. അടുത്ത പാർട്ട് ആവണമെങ്കിൽ നോക്കാം. ഞാൻ ബാക്ക് റൂമിൻ്റെ ഇട്ടായിരുന്നു. അതിൽ ഞാൻ സംസാരിക്കില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അത് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ സംസാരിക്കില്ല അതിലേക്കാണ്. സബ്സ്ക്രൈബ് കറോ. പെട്ടെന്ന് പൊട്ടിയിര് കേട്ടോ. ഗായ്സ്, ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഇത്തിരി പ്രശ്നമാണ്. നമുക്ക് ഈ വെള്ളത്തിൽ ചാടി ഇറങ്ങാം. എന്തിനു പറയണം, ബാക്ക്ഗ്രൗണ്ടൊന്നും എനിക്ക് മാറ്റാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. രാത്രി ആവാൻ പോണു ഗൈസ്. ഇവിടെ ഫ്രീ ഫയർ കളിച്ചോണ്ടിരിക്കുന്നത്. അവൻ ഇവിടെ സൗണ്ട് വച്ചോണ്ടിരിക്കും. ഞാൻ വീഡിയോ ഇടുന്നത് അവനിക്ക് ഇഷ്ടമില്ല പോലും. നമുക്ക് തുടങ്ങാം. എനിക്ക് കുറേ ഉണ്ടാക്കാം. രാത്രിയായാൽ തീന്ന്. ആരെങ്കിലും വന്നടിച്ചാൽ ഞാൻ ചത്ത്. അയ്യോ, ടോർച്ച് ഉണ്ടാക്കാൻ വന്നിട്ട് ടോർച്ച് ഇങ്ങനെ വെച്ച്. ഇങ്ങനെയല്ല, നടുക്കത്തെ അടുത്ത് കളയണ്ട. അവിടെ പോയി. നീ ഇപ്പം ടോർച്ച് കിട്ടി. ഇനി ടോർച്ച് എടുക്കുക. ടോർച്ച് കാരണം രക്ഷപ്പെടാതിരിക്കുന്നു. രാത്രിയായി. പറഞ്ഞു പോയടത്തില്ല. രാത്രിയായി. ഇനി പെട്ടെന്ന് ഉണ്ടാക്കുക. പൊട്ടിക്കാം. ഇത് പെട്ടെന്ന് അല്ലോ, ആരോ അടിച്ച്. സോംബി നമ്മൾ എങ്ങനെ താഴെ കുഴിച്ച് ചെയ്താലേ പറ്റുള്ളൂ. ഇതൊന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു.
താഴെ കുഴിച്ച് ചെയ്താൽ കുഴിച്ച് വീടുണ്ടാക്കാം. നമുക്ക് കുഴിച്ച് വീടുണ്ടാക്കാം പെട്ടെന്ന്. അത് എവിടെയെങ്കിലും പോയിട്ട് കുഴിച്ച് വിടുക. ഇവിടെ ക്രീപ്പർ ഉണ്ടെങ്കിൽ തീർന്ന് പറഞ്ഞ് വായെടുത്തില്ല. ഏതോ ഇരിക്കുന്നു ക്രീപ്പർ. പൊട്ടീര് താഴെ പൊട്ടീര് പെട്ടെന്ന് പൊട്ടിച്ച് കയറാം. പൊട്ടിച്ച് കയറാം. അല്ലെങ്കിൽ ചത്ത്. അയ്യോ, ഞാൻ ഇത് വെച്ചിട്ട് ക്രീപ്പർ പൊട്ടി. ക്രീപ്പർ മേളിൽ പെട്ടെന്ന് ബ്ലോക്ക് ഇട്ട് വെക്കാടാ. പൊട്ട്. വച്ച് ഇനി ടോർച്ച് വയ്ക്കുമ്പോൾ ലൈറ്റ് അടിക്കുക. ലൈറ്റ് കിട്ടുമല്ലോ. അപ്പം ടോർച്ചിട്ട ഒരു മോബ് സ്പോൺ ആവില്ല. അപ്പം കുഴപ്പമില്ല. അയ്ക്കാൻ വേണ്ടി ടോർച്ചിട്ട ഒരു മോബ് സ്പോൺ ആവില്ലല്ലോ. നമുക്ക് താഴെ പോവാം. താഴെ പോയിട്ട് അവിടെ ഒരു വീടുണ്ടാക്കി വയ്ക്കുക. താഴെ കുഴിച്ച് പോയിട്ട് വീടുണ്ടാക്കിയാൽ അത്ര നല്ലതല്ലേ. എന്നിട്ട് ഏണിയൊക്കെ വെച്ച് നമുക്ക് ഇവിടെ തന്നെ ഒരു വീട് സെറ്റ് ചെയ്യാം. അയ്യോ, അറിയാത്ത ടോർച്ച് വെച്ച് പൊട്ടിക്കുക. അയ്യോ, താഴെ പൊട്ടുന്നു. ടോർച്ചാണ് പൊട്ടിക്കുക. എന്നിട്ട് വീണ്ടും പൊട്ടുന്നു. ടോർച്ച് ആരെ വെച്ച് പൊട്ടിക്കുക. പൊട്ടി. ഇനി താഴെ കുഴിക്കുക. പിക്കാക്സ് പൊട്ട്. ഒന്നും കൂടെ കുഴിക്കണോ? വേണ്ട, പോവാം. ഫ്രണ്ടിൽ പോവും. പൊട്ടിച്ചിങ്ങനെ പോകണം. ഇവിടെ ഇങ്ങനെ 4 രീതിയിൽ പൊട്ടിച്ചു പോവാം. ഒന്നും കൂടെ പൊട്ടിയിട്ട് 4 ഇങ്ങനെ പൊട്ടിക്കുക. ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആദ്യമായിട്ടൊന്നുമില്ല. കുറേ വേൾഡുണ്ട്. പക്ഷേ നിങ്ങളടുത്ത് മുമ്പ് വെച്ച് കളിക്കുന്നത് ആദ്യമായിട്ടാണ്. എനിക്കിപ്പം ഫുഡും ഇല്ല, ഹാർട്ടും ഇല്ല. ഇപ്പോൾ റീജനറേറ്റ് ആവാൻ ഇത്ര പ്രശ്നമാണ്. അപ്പുറത്തെ സൈഡും കൂടെ ചെയ്താൽ അത്ര നല്ലത്. എനിക്കിപ്പോൾ തീക്കണം. അടുത്ത പാർട്ട് ഇറങ്ങും. എന്തിനാണെന്ന് പറയാവുന്നത്. ഇവിടെ ടോർച്ചൊക്കെ അല്ലെങ്കിൽ മോബ് എപ്പം ഇല്ലാതെ സ്പോണാണ്. ടോർച്ച് പെട്ടെന്ന് ഇപ്പോൾ നല്ല പ്രകാശമുണ്ടല്ലേ. പൊട്ടിക്കാം. ഇത്ര മതിയാവല്ലോ. അപ്പം നമുക്ക് ചെയ്യാം. ഇവിടെ ഏണി വെക്കണമല്ലേ. ഇവിടെ ഏണിയുണ്ട്. നമുക്ക് പൊട്ടിക്കാം. ഇവിടെ ഏണി വയ്ക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിങ്ങനെ കുഴിച്ചിട്ട് അവിടെ ഏണി വയ്ക്കാൻ. ഇപ്പം നമുക്ക് ഏണി ഉണ്ടാക്കണമെങ്കിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. പക്ഷേ ആ സോംബി വന്നപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. എനിക്ക് കുറേ ലോഗ് ഞാൻ കളക്ട് ചെയ്ത് വച്ചിരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. ഈ വുഡ് എടുത്ത് വച്ച് ലോഗാക്കാം. ചെയ്യണം പെട്ടെന്ന്, അല്ലെങ്കിൽ ഇത്ര പ്രശ്നമാണ്. ചെയ്യാം നമുക്ക്. ഓക്കെ, ഉണ്ടാക്കി വെച്ച് നോക്കി. മൈൻക്രാഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റോബ്ലക്സ് കളിക്കാം. എന്തിനായിരുന്നു ഏണിയൊക്കെ എനിക്ക് സ്റ്റിക്കില്ല. ഇതൊക്കെ ഞാൻ മറന്നു പോകണ്ടാ. ഇനി നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഇത് വെച്ച് ലോഗ് എടുക്കണം. ലോഗ് എടുത്ത സ്റ്റിക്കൊക്കെ നമുക്ക് 2 ലോഗ് ഇങ്ങനെ വെച്ചാൽ മതിയാവും. സ്റ്റിക്കാവും. അപ്പോൾ 2 ലോഗ് വയ്ക്കുക. 2 ലോഗ് സ്റ്റിക്ക് കിട്ടി. അത്രേ ഉള്ളൂ. ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം. ബാക്ക്ഗ്രൗണ്ട് നോയ്സൊന്നും നോക്കണ്ട. പ്രശ്നമുള്ള നോയ്സ് തന്നെയാണ് ഇതിൽ ചെയ്യാൻ. അവരുടെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നമാണോ? വേറെ സ്ഥലമില്ല എനിക്ക്. ഞാൻ റൂമിൽ ഇരുന്നാണ് ചെയ്യണത്. നമുക്ക് ഇവിടെ ഏണി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. അതൊന്നും മൈൻഡ് ആക്കണ്ട. പറഞ്ഞ പോലെ ലൈക്ക്, സബ്സ്ക്രൈബ്, അത്രേ ഉള്ളൂ. നടുക്കും കൂടെ പൊട്ടിച്ച് അത്ര നല്ലതല്ലേ. നടുക്കിന്ന് കൂടെ പൊട്ടിക്കല്ലേ. നടുക്കിന്ന് 4 ഇത് വച്ച് പൊട്ടിക്കുക. ഈ ലോഗ് ഇവിടെ ഒക്കെ ഇരിക്കട്ടെ. നടുക്കിന്ന് 4 എണ്ണം പൊട്ടിക്കാം നമുക്ക്. ഇത്ര എണ്ണം. ഈ 4 എണ്ണം പൊട്ടിക്കുക നമുക്ക്. ടോർച്ച് വെക്കണോ? വേണ്ടല്ലേ. 4 എണ്ണം പൊട്ടിക്കണം. ഇത്ര മതിയാവോ?
ഇത്രയുണ്ടോ? അല്ല, ഇനിയും കൂടെ മേളിൽ സ്റ്റോൺ ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ഹോളായ ക്രീപ്പർ വല്ല എടുത്ത് ചാടും. കോള് ഇപ്പം തെറ്റിയില്ല. നമുക്ക് പൊട്ടിയ എനിക്ക് മീറ്റില്ല, അതാണ് പ്രശ്നം. നമുക്ക് അത് പൊട്ടിക്കണ്ട, അല്ലെങ്കിൽ വീട് നശിപ്പിക്കും ഞാൻ. അപ്പം പിന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ബൈ. പിന്നെ എടുക്കണം. ബൈ. അടുത്ത